ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. സാറിന് ഞായറാഴ്ചകളിൽ രാത്രി OTT അപ്ഡേറ്റ് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന, അതായത് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാറുള്ളത് സാറിന്. ഇന്ന് പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊന്നും തയ്യാറാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സീരീസുകളും ഒരു സിനിമയുടെ അപ്ഡേറ്റ് ഉണ്ട്. അതുകൂടാതെ ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് OTT റിലീസ് ചെയ്തിരിക്കുന്ന ലിസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. നാളെ ഉച്ചതിന് മുമ്പ് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇന്നിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഒരു മലയാളം സിനിമയാണ്. ഹരിശ്രീ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അന്ത്രു ദി മാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു വാർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിയറ്റ്നാമീസ് മൂവിയാണ്. സോങ് ഓഫ് ദ സൗത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഡിസ്ക്വിറ്റ് എന്ന് പറഞ്ഞൊരു ഹൊറർ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡിസ്ക്വിറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇറ്റാലിയൻ ഭാഷയിലും നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. കന്നഡ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബനാറസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡയിലും അതുപോലെ തന്നെ ഹിന്ദി, ഈ 2 ഭാഷകളായിട്ട് C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സീരീസുകളുടെയും 2 മലയാള സീരീസുകളുടെയും ഒരു സിനിമയുടെയും അപ്ഡേറ്റ് നോക്കാം. മലയാള സീരീസുകൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ഫാർമ എന്ന് പറഞ്ഞൊരു സീരീസാണ്. നിവിൻ പോളി, ശ്രുതി രാമചന്ദ്രൻ, നരേൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തൊരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീരീസിൻ്റെ റിലീസിംഗ് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല ഇതുവരെ, ഡിസ്നി+ ഹോട്ട്സ്റ്റാർ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന വേറൊരു സീരീസാണ് മധുവിധ് എന്ന് പറഞ്ഞ സീരീസ്. സുരാജ് വെഞ്ഞാറമൂടും ഗ്രേസ് ആൻ്റണിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സീരീസാണ്. ഈ വർഷം പകുതിയോടുകൂടി, അതായത് മാർച്ച് ഏപ്രിൽ ഈ മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സീരീസിൻ്റെ റിലീസ് ഉണ്ടാകുന്നതാണ് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 സീരീസുകളാണ്. ഇനി നമുക്ക് ആ സിനിമ നോക്കാം. ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണുള്ളത്. ഷൈൻ നിഗം, സണ്ണി വെയിനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വേല എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഒരു ഏവറേജ് ഹിറ്റായ സിനിമയാണ്. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സാധാരണ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ പോസ്റ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.